So today we are going to discuss about the methods or techniques of risk analysis. നമ്മൾ ഓൾറെഡി എന്താണ് റിസ്ക് ആൻഡ് റിസ്കിനെ എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മെത്തേഡ്സ് റിസ്ക് അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മെയിൻലി 3 മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിനാരിയോ അനാലിസിസ്, ആൻഡ് തേർഡ് വൺ ഈസ് മോണ്ടെ കാർലോ സിമുലേഷൻ. സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളതും അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, തിയറി എന്താണ്, ആൻഡ് ഓൾസോ അതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളതും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോന്നിലും ഓരോ പ്രോബ്ലംസ് വെച്ചിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഉള്ളിൽ കയറ്റി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തലയിൽ നിൽക്കുന്നതാണ് ഓരോ കാര്യം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ചില ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ അവൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ആ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്ന സമയത്ത് അവർ അതിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് പെരുമാറും, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവും. സോ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് അവൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സോ സെയിം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ ഡിഫറെന്റ് പ്രോജക്ട്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോജക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് കുറേ വാരിയബിൾസ് ഉണ്ടാവും. നമുക്കറിയാം, ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് കുറേ കോസ്റ്റ് ഉണ്ടാവും, ആ പ്രോജക്റ്റിന് ലൈഫ് ഉണ്ടാകും, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ കുറേ കീ വാരിയബിൾസ് ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രോജക്റ്റിന്റെ ഒരു കോസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫിക്സഡ് ഓർ വാരിയബിൾ ഒരു കോസ്റ്റ് വരുന്നത് ഒരു 10,000 rupees ആണ്. അപ്പോൾ ആ 10,000 കോസ്റ്റ് വരുന്ന സമയത്ത് ആ പ്രോജക്റ്റിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, പക്ഷേ ആ പ്രോജക്റ്റിന്റെ കോസ്റ്റ് 10,000 ഉള്ളത് 10,100 ആവാണ്. വിച്ച് മീൻസ് ഒരു 100ന്റെ ചേഞ്ച് കോസ്റ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 10 lakh എന്നുള്ള ആ ഒരു റിട്ടേൺ, ആ ഒരു ഇവിടെ ഉണ്ടാകുന്ന 100 ചേഞ്ച് കൊണ്ട് 10 lakh ഒറ്റയടിക്ക് 6 lakh ആവുകയെന്ന് വിചാരിക്കാം. അപ്പം 10,000 കോസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10 lakh ആണ്. ആൻഡ് 10,100 വരുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ഒറ്റയടിക്ക് കോസ്റ്റ് കൂടുന്ന സമയത്ത് റിട്ടേൺ ഒറ്റയടിക്ക് 6 lakh പോകുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ പ്രോജക്റ്റ് എന്താണ്, സെൻസിറ്റീവ് ആണ്. അതർവൈസ് 10,000 ഉള്ള കോസ്റ്റ് 10,100 ആയി, പക്ഷേ 10 lakh ഉള്ള റിട്ടേണിന് വലിയ ചേഞ്ച് ഉണ്ടാകുന്നില്ല. 10 lakh ഉള്ള റിട്ടേൺ ഒരു 9,98,000 അങ്ങനെ ചെറിയൊരു ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് എന്തല്ല, സെൻസിറ്റീവ് അല്ല. ഇപ്പൊ ഞാനൊരു ഒറ്റ ഫാക്ടർ മാത്രമാണ് പറഞ്ഞത്, കോസ്റ്റ്. ഇതേപോലെ തന്നെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഒരു പ്രൊജക്റ്റുമായിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓരോ പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ മെയിൻലി ഉള്ളതാണ് ഈ ഒരു NPV അല്ലെങ്കിൽ എന്താണ് IRR, പേ ബാക്ക് പീരീഡ്, അങ്ങനത്തെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂഷ്വലി ആൾക്കാർ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് NPV ആൻഡ് IRR ആണ്. സോ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കീ വാരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിന്റെ പ്രോഫിറ്റബിലിറ്റിയെ അല്ലെങ്കിൽ അതിന്റെ NPVയെ അല്ലെങ്കിൽ അതിന്റെ IRRനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ എടുക്കും, അതിലൊരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ആ ചേഞ്ച് എത്രത്തോളമാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻ ദ സെൻസ് അതിന്റെ NPV ഓർ IRRനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നോക്കുന്നത്. വിച്ച് മീൻസ് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു പ്രൊജക്റ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അത് വലിയൊരു എഫക്ട് ആ പ്രൊജക്റ്റിന് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോട്ട്സ് നോക്കാം. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഈസ് എ നോൺ പ്രോബബിലിസ്റ്റിക് ടെക്നിക് യൂസ്ഡ് ടു അനലൈസ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഉള്ള റിസ്ക് അനാലിസിസിന്റെ ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. Then it measures how changes in key variables affect the project's profitability, which means the NPV or IRR. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഉണ്ടാകുന്ന കീ വാരിയബിൾസ് പ്രൊജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ എഫക്ട് ചെയ്യുന്നു. ഇവിടെ അടിയിൽ കുറച്ച് കീ വാരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സെല്ലിംഗ് പ്രൈസ്, സെയിൽസ് വോളിയം, വാരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, പ്രൊജക്റ്റിന്റെ ലൈഫ്, ഇൻഫ്ലേഷൻ റേറ്റ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഒരുപാട് വാരിയബിൾസ് ഒരു പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിലുള്ളതാണ് ഇപ്പം സെല്ലിംഗ് പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അത് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റിയെ, വിച്ച് മീൻസ് ദ NPVനെയും IRRനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സെയിൽസ് വോളിയം ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും, അത് വലിയൊരു ചേഞ്ച് ആണോ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാട്ട് ഇഫ് അനാലിസിസ്. ഓരോ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക, ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് ആണ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് ഇത് ആക്ച്വലി പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട് ഇഫ് അനാലിസിസ്. ആൻഡ് one variable is changed at a time while the other variables are kept constant. ഒരു വാരിയബിളിനെ അറ്റ് എ ടൈം നമ്മൾ ചേഞ്ച് ചെയ്യും, ആൻഡ് ബാക്കിയുള്ള വാരിയബിൾസിനൊക്കെ നമ്മൾ എന്താക്കും, കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. നമ്മളിപ്പം പണ്ടൊക്കെ സയൻസിലൊക്കെ എക്സ്പീരിമെന്റ്സ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഒരു വാരിയബിൾ വേറൊരു വാരിയബിൾ ഉണ്ടാക്കുന്ന ചേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ബാക്കിയുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാരിയബിൾസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു വാരിയബിളിൽ ചേഞ്ച് വരുത്തുമ്പോൾ മറ്റു വാരിയബിളിന് എന്ത് മാറ്റാണ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്താലേ ഉള്ളൂ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതന്നെയാണ്, നമ്മൾ ആ കീ വാരിയബിൾ നമ്മൾ സെലക്ട് ചെയ്തത് ഏതാണോ അത് ചേഞ്ച് ചെയ്യും, ആൻഡ് ബാക്കി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാരിയബിൾസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ആൻഡ് ഇമ്പാക്ട് ഓഫ് ദിസ് ചേഞ്ച് ഓൺ NPV ഓർ IRR ഈസ് എക്സാമിൻഡ്. ദെൻ ആ ഒരു ചേഞ്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് NPV അല്ലെങ്കിൽ IRR, which means അതിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ എക്സാമിൻ ചെയ്യും. ആൻഡ് ഇഫ് എ സ്മോൾ ചേഞ്ച് in a factor causes a large change in the NPV, the project is considered more risky. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ചേഞ്ച് ഫാക്ടറിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ ചേഞ്ച് ആണ് NPV അല്ലെങ്കിൽ IRRൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് കൂടുതൽ റിസ്കി ആണെന്ന് പറയും. ആൻഡ് ലെസ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ലോവർ റിസ്ക്, മോർ സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഹയർ റിസ്ക്. വിച്ച് മീൻസ് നമുക്ക് സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ ഇതിൽ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ചെറിയ ചേഞ്ച് വലിയൊരു ചേഞ്ച് ആണ് NPVയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ, ഫാക്ടറിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ച് വലിയൊരു ചേഞ്ച് NPVയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് റിസ്കി ആണ്. വിച്ച് മീൻസ് അവിടെ എന്താണ്, ഹയർ റിസ്ക് ആണുള്ളത്.
ദെൻ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ചേഞ്ച് ആ ഒരു ഫാക്ടറിൽ വരുത്തുമ്പോൾ വലിയൊരു ചേഞ്ച് ആ ഒരു പ്രോജക്റ്റിന്റെ NPV-യിലോ ഇതിലോ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ലെസ് സെൻസിറ്റീവ് ആണെന്ന് പറയാം. സോ അവിടെ എന്താണ് റിസ്ക് ലോവർ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ റിസ്ക് മെഷർ ചെയ്യുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സോ പക്ഷേ ഇതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ചെയ്യുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 സിനാരിയോസ് വെച്ചിട്ട് നമുക്ക് എന്ത് തരും, ക്വസ്റ്റ്യൻസ് തരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ് സിനാരിയോസ്. നമുക്ക് 3 ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ, അതായത് ഒരു പെസിമിസ്റ്റിക് സിറ്റുവേഷൻ, മോസ്റ്റ് ലൈക്ലി സിറ്റുവേഷൻ, ഓർ ഒപ്റ്റിമിസ്റ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡാറ്റ തരും ഒരു പ്രൊജക്റ്റിന്റെ ക്യാഷ് ഇൻഫ്ലോസ്. അതൊരു പെസിമിസ്റ്റിക് സിറ്റുവേഷൻ, ഏറ്റവും അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അതിന് എത്ര ക്യാഷ് ഫ്ലോ കിട്ടും. ദെൻ മോസ്റ്റ് ലൈക്ലി സിറ്റുവേഷൻ, നോർമലി ഉള്ള കണ്ടീഷനിൽ അതിന് എത്ര ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ആൻഡ് ഓൾസോ ഒപ്റ്റിമിസ്റ്റിക് സിറ്റുവേഷൻ, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അതിന് എത്ര ക്യാഷ് ഫ്ലോ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സപ്പോസ് പ്രോജക്ട് എക്സ് ആൻഡ് പ്രോജക്ട് വൈ എന്ന് പറഞ്ഞിട്ട് പ്രോജക്ട് എക്സിന് പെസിമിസ്റ്റിക്കിലും മോസ്റ്റ് ലൈക്ലിയിലും ഒപ്റ്റിമിസ്റ്റിക്കിലും കിട്ടുന്ന പ്രൊജക്റ്റിന്റെ ക്യാഷ് ഇൻഫ്ലോസും, സിമിലർലി പ്രോജക്ട് വൈക്കും ഇതേപോലെ തന്നെ 3 സിറ്റുവേഷനിൽ, ഒന്ന് അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒന്ന് നോർമൽ സിറ്റുവേഷൻ, ഒന്ന് ഫേവറബിൾ സിറ്റുവേഷൻ, അതാണ് പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഈ 3 സിറ്റുവേഷനിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് നിങ്ങൾക്ക് തരും. അപ്പം 3 സിറ്റുവേഷനിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു 3 ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ 3 സിറ്റുവേഷൻ ആണ് നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യാം. അപ്പം ഓരോ സിറ്റുവേഷനിലും ഇതിന്റെ NPV എത്രയാണെന്നുള്ളത് നമ്മൾ കാണണം. ആൻഡ് ആ ഒരു NPV-യിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രോജക്റ്റ് എത്രത്തോളം, ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ സെൻസിറ്റീവ്, ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ സെൻസിറ്റീവ് അല്ലാത്തത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താക്കും, പെസിമിസ്റ്റിക് സിറ്റുവേഷനിൽ NPV കാണും, മോസ്റ്റ് ലൈക്ലിയിൽ കാണും, ആൻഡ് ഓൾസോ ഒപ്റ്റിമിസ്റ്റിക്കിലും NPV കാണും. അത് പ്രോജക്ട് എക്സ്, ഇപ്പോൾ 2 പ്രൊജക്ട് ഉണ്ടെങ്കിൽ പ്രോജക്ട് എക്സിനും കാണും, പ്രൊജക്ട് വൈക്കും കാണും. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഉള്ളത് അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നത് ഏത് പ്രൊജക്റ്റിലാണ് നോക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് NPVs ആർ കാൽക്കുലേറ്റഡ് ഫോർ ഓൾ 3 കേസസ്. ആൻഡ് ഇഫ് ദർ ഇസ് വൈഡ് വേരിയേഷൻ ഇൻ NPV, നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസ്ക് ഹൈ ആണ്. ഇഫ് ദർ ഇസ് സ്മോൾ വേരിയേഷൻ ഇൻ NPV, റിസ്ക് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഈ ഒരു 3 സിറ്റുവേഷൻ ഉണ്ടെന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് ഈ 3 സിറ്റുവേഷനിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ തരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 സിറ്റുവേഷനിലും ഓരോ പ്രൊജക്റ്റിന്റെയും NPV കണ്ടുപിടിക്കണം. ആൻഡ് NPV-യിൽ ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് ഉണ്ടോ, പെസിമിസ്റ്റിക് മോസ്റ്റ് ലൈക്ലിയിലേക്ക് വരുമ്പോൾ, മോസ്റ്റ് ലൈക്ലി ഒപ്റ്റിമിസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്താക്കണം, കണ്ടുപിടിക്കണം. നൗ ഒരു തിയറിയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. മെറിറ്റ്സ്, ഇറ്റ് ഷോസ് ഹൗ സെൻസിറ്റീവ് ദ പ്രോജക്റ്റ് ഈസ് ടു ഡിഫറെന്റ് ഫാക്ടേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ തിയറി എന്നാണ്, ഒരു പ്രോജക്റ്റ് ഡിഫറെന്റ് ഫാക്ടേഴ്സിനോട് എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് നമുക്ക് ആക്ച്വലി കാണിച്ചു തരുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിംഗ് ദ റിസ്ക് ഇമ്പാക്ട് ഓൺ പ്രോഫിറ്റബിലിറ്റി. ഈ പ്രോഫിറ്റബിലിറ്റിയിൽ, അതായത് NPV-യിൽ എത്രത്തോളം റിസ്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഓരോ ഫാക്ടേഴ്സിലും വരുന്ന വാരിയൻസസ് അല്ലെങ്കിൽ ചേഞ്ചസ് എത്രത്തോളം ആ ഒരു റിസ്ക് പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്താക്കും, കാണിച്ചു തരും. ആൻഡ് ഇറ്റ് ഐഡന്റിഫൈസ് ദ ക്രിട്ടിക്കൽ വാരിയബിൾസ് ആൻഡ് അസംഷൻസ്. നമ്മളൊരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ചേഞ്ചസ് ആ ഒരു പ്രൊജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ NPV-യിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വാരിയബിൾ നമുക്ക് ക്രിട്ടിക്കൽ വാരിയബിൾ ആണെന്ന് പറയാം. അപ്പോൾ 2 വാരിയബിൾസ്, ഒരു 2 കോസ്റ്റുകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫിക്സഡ് കോസ്റ്റും ഒന്ന് വാരിയബിൾ കോസ്റ്റും. ഈ ഫിക്സഡ് കോസ്റ്റിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്, നല്ലോണം കുറയുന്നുണ്ട്. പക്ഷേ ഈ വാരിയബിൾ കോസ്റ്റിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ അത്ര വലിയ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വാരിയബിൾ. കാരണം വാരിയബിൾ കോസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഫിക്സഡ് കോസ്റ്റിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സെൻസിറ്റീവ് ആണ്. സോ അത് കൂടുതൽ ക്രിട്ടിക്കൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഗൈഡ്സ് ദ മാനേജീരിയൽ ഫോക്കസ് ടു ദ റിസ്ക് പ്രോൺ ഏരിയാസ്. റിസ്ക് ഉള്ള ഏരിയാസിലേക്ക് നമുക്ക് ഇത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ആൻഡ് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ ഡിമെറിറ്റ്സ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ കീ വാരിയബിൾസ് ആൻഡ് ദെയർ എക്സാക്ട് ചേഞ്ചസ്. നമുക്ക് കുറേ വാരിയബിൾസ് ഉള്ളതുകൊണ്ട് തന്നെ കീ വാരിയബിൾസ് ഏതാണ്, അതിന്റെ എക്സാക്ട് ചേഞ്ച് എന്താണെന്നുള്ളത് മേ ബി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്ത് ഒരുപാട് വാരിയബിൾസ് എന്താണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ പ്രിസൈസ് ടെക്നിക്. ഇതൊരു പ്രിസൈസ് ആയിട്ടുള്ള ടെക്നിക് അല്ല. കുറച്ച് എല്ലാ സിറ്റുവേഷനിലുള്ള NPV നമ്മൾ എന്താക്കേണ്ടി വരും, കാണേണ്ടി വരും. സോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഓർ പ്രിസൈസ് ടെക്നിക്. ആൻഡ് ഇറ്റ് ഇഗ്നോർസ് ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ മൾട്ടിപ്പിൾ വാരിയബിൾസ്. ഇപ്പോൾ നമ്മൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്ത് ബാക്കിയുള്ളതിനെല്ലാം കോൺസ്റ്റന്റ് ആയി വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വാരിയബിൾസിന്റെ എഫക്ട്, ഒരു കമ്പൈൻഡ് എഫക്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇതിൽ ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നൗ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണ്